ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവർ വിശ്വസിക്കേണ്ട. എനിക്കിപ്പം അവളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാം സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്ന് ആവശ്യം ഇല്ല. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മാസത്തിന് മുന്നേ ഇവളുമായിട്ട് ഈ മഞ്ജു എന്ന് പറയുന്നവളുമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കുറേ 2-3 മാസത്തിന് മുന്നേ ഇവള് എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് അതായത് ഫേസ്ബുക്കിൽ തുരുതുരാ മെസ്സേജ് അയപ്പ്, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും മെസ്സേജ് അയപ്പ് ഡിലീറ്റ് ചെയ്ത് നമ്മൾ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ കുറേ മെസ്സേജ് വന്നിട്ട് അത് ഡിലീറ്റ് ഫോർ എവരി വൺ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് ശനി പിടിച്ചു നിന്നിരുന്ന ഒരു സമയത്ത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എങ്ങനെ നിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച് നിന്നെ കോണ്ടാക്ട് ചെയ്ത്, അതല്ലേ ഇപ്പം നീ പറഞ്ഞത്? നിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച് നിന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നോടങ്ങ് മിംഗ്ലിംഗ് ആയി. എന്തിനാ? ഞാൻ അവക്കെതിരെ വേറെ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടി. അപ്പം ആദ്യം തന്നെ നമുക്ക് അതങ്ങ് ക്ലാരിഫിക്കേഷൻ ചെയ്യാം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടും വ്യക്തമായിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഇവളുടെ നമ്പർ എൻ്റെ മെസ്സഞ്ചറിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇവൾ ഇട്ടിരിക്കുന്നത് എന്താണ്? ഞാൻ വീഡിയോ ഇവളുടെ ഈ നമ്പറിലോട്ട് അയച്ചു കൊടുക്കാൻ. ആ ഒരു മെസ്സേജ് കണ്ടിട്ട് ഞാൻ അനങ്ങാഞ്ഞപ്പോൾ ഇവൾ ഉടനെ തന്നെ എന്നെ കോൾ ചെയ്തു. ഫസ്റ്റ് കോളിങ് ഇവൾ എന്നെ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു. അത് റെഡാണ്. ആ കോള് കണ്ടല്ലോ, റെഡാണ്. കാരണം ഞാൻ എടുത്തില്ല, ആ കോള് ഞാൻ എടുത്തില്ല. അതുകൊണ്ടാണ് അവിടെ റെഡ് കണ്ടത്. ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ എവിടുന്നോ നമ്പർ കണ്ടുപിടിച്ച് ഇവളെ വിളിച്ചതാണെന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പം ക്ലിയർ ആയല്ലോ. ഇതിലും കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വേണ്ട. ഇനി അടുത്തത് നമുക്ക് കേൾക്കാം. അതായത് ഫേസ്ബുക്കിൽ തുരുതുരാ മെസ്സേജ് അയപ്പ്, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും മെസ്സേജ് അയപ്പ് ഡിലീറ്റ് ചെയ്ത് നമ്മൾ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ ഈ കാര്യം കറക്റ്റാ. ഇവളുടെ ലൈവ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇവളുടെ ലൈവ് കണ്ടിട്ടാണ് ഇവൾക്ക് ഞാൻ ആദ്യമായിട്ട് കമന്റ് ഇടുന്നത്. അതിനിപ്പോൾ എത്ര ശത്രുതയാണെന്ന് പറഞ്ഞാലും ഒരാൾ കരയുന്നത് കണ്ടാൽ എൻ്റെ മനസ്സലിഞ്ഞു പോകും. ഞാൻ ഇവൾക്ക് ആ കമൻറ്റിൽ പബ്ലിക്കായിട്ടാണ് കമൻറ്റ് ഇട്ടത്. ഒരു 3-4 കമൻറ്റ് ഇട്ട് പോട്ടിടോ കരയണ്ടിടോ ഇതൊക്കെ സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് ഇട്ടു. ഇവളുടെ ലൈവ് അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കി, ഇവൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെ ബിഷപ്പും വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷമിക്കേണ്ട സിസ്റ്റർ, നമുക്ക് കേസിൻ്റെ കാര്യം പറഞ്ഞ് തീർക്കാമെന്ന് ബിഷപ്പും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൾക്ക് ഞാനൊരു ഹായ് ഇടുന്നത്. ഇവൾക്ക് ഹായ് ഇട്ടിട്ട് ഒരു 3-4 മെസ്സേജ് ഞാൻ ഇട്ടു. ഇവൾ കണ്ടിട്ടില്ല, സീൻ ചെയ്തിട്ടില്ല. ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. കാരണം എൻ്റെ മനസ്സ് വേണ്ട എന്ന് പറയുന്നതിന് എനിക്ക് മെസ്സേജ് ഇടണ്ട എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവളുടെ വോയിസ് ആണ് എനിക്ക് വരുന്നത്. എന്താണ് ഡിലീറ്റ് ചെയ്തത്? ചിരിച്ചുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സോറി പറഞ്ഞതാ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിച്ചു പറഞ്ഞു. അപ്പം ആ ഒരു കാര്യം ഇവിടെ ക്ലാരിഫിക്കേഷൻ ആയല്ലോ. അപ്പോൾ ഇവളാണ് നമ്പർ ഇട്ട് തന്നെ ഞാൻ എവിടുന്നും കണ്ടുപിടിച്ച് വിളിച്ചതല്ല. ഞാൻ ഒരിടത്തുനിന്നും ഈ സജീനയുടെ നമ്പർ ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാൻ ഒരിടത്തുനിന്നും ഇവളുടെ നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഇനി ഒരു ക്ലാരിഫിക്കേഷനും കൂടി വേണം. നീ രേണുവിനോട് പറഞ്ഞു നീ എന്താ നിന്റെ ആൽബത്തിന് വേണ്ടിയിട്ട് നീ ട്രോളാനാണ് പറഞ്ഞതെന്ന്. അതിനൊക്കെ നീ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. പക്ഷേ എന്തുകൊണ്ട് ആ വീഡിയോയ്ക്ക് നീ ക്ലാരിഫിക്കേഷൻ തന്നില്ല? കരീഷ്മ രേണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൻ്റെ പേരിൽ നിനക്ക് മനോവിഷമം വന്ന് നീ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച വിവരം നീ ഒരു വീഡിയോയിലും പറഞ്ഞില്ല. അതിനെന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ തരാത്ത? അതിനല്ലേ ആദ്യം ക്ലാരിഫിക്കേഷൻ തരേണ്ട. മറ്റേത് ജോബാണെന്ന് പറയാം, ശരി. ആൽബത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടുപിടിച്ചു, സമ്മതിച്ചു. പക്ഷെ അതിന് മുമ്പ് ഉള്ളതിന് എന്തിൻ്റെ പ്രൊമോഷനായിരുന്നു? രേണുവിനെതിരെ എന്നെ കൊണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള ടൈറ്റിൽ പറഞ്ഞു തന്നത് നീ. ആ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തിൻ്റെ പ്രൊമോഷനായിരുന്നു? രേണു പറഞ്ഞിട്ടാണോ അത് ചെയ്തത്? എന്നിട്ട് ഈ വീഡിയോ നീ രേണുവിന് ഇട്ട് കൊടുക്കുകയും രേണു എന്നെ നല്ലതുപോലെ ചീത്ത വിളിക്കുകയും ചെയ്തു ഫോണിൽ കൂടിയെന്ന് നീ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കാര്യം നീ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താ? ഈ ഒരു വീഡിയോയുടെ കാര്യമല്ലേ ആദ്യം പറയേണ്ടത്? കാരണം എന്നെക്കൊണ്ട് രേണുവിനെതിരെ വീഡിയോ ചെയ്യിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നീ രേണുവിൻ്റെ. അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അല്ലേ വേണ്ടേ? ഇനി അടുത്തത് രേണു ദുബായിലായിരുന്നപ്പോൾ രേണു അവിടെ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു, നാട്ടിൽ വന്നാലുടൻ 3-4 യൂട്യൂബേഴ്സിൻ്റെ ചാനൽ പൈസ ഇറക്കി അടിച്ചു കളയാൻ. അതായത് രേണുവിനെതിരെ വീഡിയോ ലീക്കാക്കിയ 3 യൂട്യൂബറുടെ ചാനലുകൾ അടിച്ചു കളയാൻ രേണുവിനും സംഘത്തിനും നീക്കമുണ്ട് എന്ന് നീ എന്നെ അറിയിച്ചു. അത് എന്തിൻ്റെ പ്രൊമോഷനായിരുന്നു?
വ്യക്തമായിട്ട് ഞാൻ പറയാം. ഒന്ന് വി വി എന്ന് പറയുന്ന യൂട്യൂബറുടെ യൂട്യൂബ് ചാനൽ, മനു എന്ന് പറയുന്ന മനുവിൻ്റെ യൂട്യൂബ് ചാനൽ, ഷബീന ബീബിയുടെ യൂട്യൂബ് ചാനൽ. ഈ 3 പേരുടെയും ചാനൽ രേണു ദുബായിൽ നിന്ന് വന്നാലുടൻ അടിച്ചു കളയും. അതിന് കാശ് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് കാശാകും. എത്ര കാശായാലും ഈ 3 പേരുടെ ചാനൽ രേണുവും സംഘവും അടിച്ചു കളയും എന്നുള്ളത് നീ എന്നെ അറിയിച്ച വിഷയമാണ്. രേണുവിൻ്റെ ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ എന്നെ അറിയിച്ചത്. ഞാനൊരു യൂട്യൂബറാണ്. രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. രേണുവിനെതിരെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പം രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് രേണുവിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചിട്ട് എന്നെ അറിയിച്ചത് എന്തിന്? അപ്പം ഞാൻ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. രേണുവിൻ്റെ പല നീക്കങ്ങളും പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ രേണുവിൻ്റെ കൂടെയുള്ളവരെ കൂട്ടുപിടിക്കും. കാരണം എനിക്കറിയണ്ടേ നീക്കങ്ങൾ. രേണുവിൻ്റെ കൂട്ടത്തിലുള്ളവർ, രേണുവുമായിട്ട് കണക്ഷൻ ഉള്ളവരുമായിട്ട് ചിലപ്പോൾ ഞാൻ ബന്ധം സ്ഥാപിക്കും. അത് ബന്ധം സ്ഥാപിക്കുന്നത് അവിടുന്ന് പല വിവരങ്ങളും അറിയാനായിരിക്കും. അത് നീയല്ലേ മനസ്സിലാക്കേണ്ടത്, നിങ്ങളല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അവൾ ചാരത്തിയാണ്, അവൾ ചാരനാണ്, ഇവിടുന്ന് വിവരങ്ങൾ ചോർത്താൻ വന്ന ചാരത്തിയാണ് എന്തുകൊണ്ട് നീ വിചാരിച്ചില്ല? നീ 2 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വാട്സപ്പിൽ ഇപ്പോൾ ഞാൻ നിനക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് ഞാനിവിടെ വെക്കാം. നീ ആ മെസ്സേജ് സീൻ ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജും കൂടെ ഞാനിവിടെ വെക്കാം. നീ വീഡിയോ ഇട്ടതിന് ശേഷം ഈ വീഡിയോയ്ക്ക് ഞാൻ തന്ന വോയിസ് മെസ്സേജാണ്. തനിക്ക് നാണമില്ലല്ലോ നട്ടാക്ക് വയ്ക്കാത്ത നോണ പറയാനായിട്ട്. തൻ്റെ നമ്പർ എവിടുന്നോ ഞാൻ സംഘടിപ്പിച്ചതാണോ? താനല്ലേ എനിക്ക് നമ്പർ ഇട്ടത്? അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ നമ്പർ ഞാൻ ചോദിച്ചിട്ടാണോ തനിക്ക് തന്നെ? ശ്രീധു അവനെ വീഡിയോ ഇട്ടതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് യാതൊരു അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ശ്രീധു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പോലും പറയാതെ നമ്പർ സെൻഡ് ചെയ്തത് താനല്ലേ? പറയുമ്പോഴേ കുറച്ചൊക്കെ അന്തസ് വേണം. ഈ മെസ്സേജ് സജീന സീൻ ചെയ്തിട്ടുണ്ട്, അതായത് ബ്ലൂ ടിക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഈ മെസ്സേജിന് എനിക്ക് സജീന റിപ്ലൈ തന്നിട്ടുമില്ല. ഈ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനിട്ട വോയിസിലാണ് സത്യം. സജീന പറഞ്ഞ വീഡിയോസ് കള്ളമായിരുന്നു. സജീന പറഞ്ഞത് മൊത്തം കള്ളമായിരുന്നു. അപ്പം രേണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് രേണുവിൻ്റെ കൂടെ നിന്നിട്ട് രേണുവിനെ ചതിച്ച് രേണുവിൻ്റെ ശത്രുപക്ഷത്തിലുള്ളവർക്ക് രേണുവിൻ്റെ വിവരങ്ങൾ, രഹസ്യ നീക്കങ്ങൾ ചോർത്തിക്കൊടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് സജീന. അതായത് രേണു ദുബായിൽ പോകുന്നതും ദുബായിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളും, രേണുവിന് ടിക്കറ്റ് കിട്ടാനായിട്ട് വൈകി രേണു അവിടെ കിടന്ന് ബഹളമായിരുന്നു. ഈസ്റ്ററിന് നാട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ നാട്ടിൽ വന്നാൽ ഉടനെ മനുവിൻ്റെയും ബീവിയുടെയും ഷബീന ബീവിയുടെയും ചാനൽ അടിച്ചു കളയും. അതാണ് അടുത്ത രേണുവിൻ്റെ നീക്കം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് സജീന എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം എന്തായാലും ഈ വിവരം രേണുവിന് വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് രേണുവിന് വ്യക്തമായിട്ട് അറിയാലോ. അപ്പം രേണുവിനും സജീനയ്ക്കും ഒക്കെ അറിയാവുന്ന കാര്യം എങ്ങനെ ഞാൻ അറിഞ്ഞു? അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇവളാണ് എൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് നമ്പർ ഇട്ട് തന്നത്. എന്നെ കോളും ചെയ്ത്, ഞാൻ കോൾ എടുത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവളെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യുന്നത്. ആ വിവരം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, മറ്റേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി. കാരണം ചെയ്തത് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിട്ട് അങ്ങ് സേഫ് ആയിട്ടിരിക്കുന്ന, പുണ്യാളത്തിയായിട്ടിരിക്കുന്ന ഇവളുടെ ഈ 2-3 ദിവസമായി ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വേണ്ട 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 എന്ന് വെച്ചിട്ട് ഇവൾ കമൻസ് ആയിട്ടും ഒക്കെ പല രീതിയിൽ നമ്മളെ വീണ്ടും മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ, വോയിസ് റെക്കോർഡ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒന്നും പേടിച്ചിട്ടൊന്നുമല്ല. ഇത് തന്തയില്ലായ്മ തരം തന്നെയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വോയിസ് കോളുകളും എല്ലാ റെക്കോർഡുകളും എൻ്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ. ഞാൻ പലതും പബ്ലിഷ് ചെയ്തു, നീ പബ്ലിഷ് ചെയ്യ്. പിന്നെ രേണു എൻ്റെ ഫ്രണ്ട് അല്ല, എൻ്റെ ഫ്രണ്ടേ അല്ല. പിന്നെ എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഞാൻ എന്തിനു പേടിക്കണം? നിന്നെ ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നതിന് ഞാൻ എന്തിനു പേടിക്കണം? നിന്നോട് ഞാൻ ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? പക്ഷെ നിനക്ക് അങ്ങനെയല്ല. നീ രേണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് എല്ലാവരോടും പറയുന്നത്. നീ രേണുവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫ്രണ്ട്, അതായിരുന്നു നിൻ്റെ ഇമേജ്. അപ്പം രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പം ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ 2 വശം, ഒന്ന് രേണുവിൻ്റെ ഭാഗം, ഒന്ന് ഞാൻ. അപ്പം ഞാനും രേണുവും തമ്മിൽ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിലാണേലും വീഡിയോസ് ഇടുന്നത് വെച്ചിട്ടാണേലും ശത്രുക്കൾ. അപ്പം നീ രേണുവിൻ്റെ ഫ്രണ്ട്, നീ ശത്രുപക്ഷത്തേക്ക് വന്നു ഇല്ലേ? അപ്പം ഞാൻ ശത്രുവാണ് രേണുവിൻ്റെ. അപ്പം നീ എൻ്റെ പക്ഷത്തേക്ക് നീ വന്നു എന്തിന്? പൊന്നു സജീന, നീ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് നിന്നോട് എനിക്ക് ചൊരുക്കാണ്. നിന്നോട് എനിക്ക് എന്തിൻ്റെ ചൊരുക്കാണ്? നീ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് നീ മറ്റു പലരെ കൊണ്ടും വീഡിയോസ് ഇടിക്കുകയും കമൻറ്റ്സ് ഇടിക്കുകയും ഒക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യമാണ്. പിന്നെ വീഡിയോസ് ഇപ്പോൾ ആരിട്ടാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം ഞാനും റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആരെയും
ചീത്ത വിളിക്കാനും തന്തയ്ക്ക് പറക്കാത്തവളെന്നും പലതന്തയ്ക്കുണ്ടായവളെന്നും പിന്നെ തായും മായും കൂവും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതാണ് എൻ്റെ റിയാക്ഷൻ വീഡിയോയിലൂടെ എല്ലാവരും കണ്ടിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പച്ചത്തെറി വിളിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇല്ല. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ മാത്രമല്ല, ഈ സജീനയ്ക്കെതിരെ സംസാരിച്ചാലോ രേണുവിനെതിരെ സംസാരിച്ചാലോ ഒരു കൂട്ടം ആൾക്കാരെ ഇങ്ങോട്ട് കൂട്ടത്തോടെ വിടുകയാണ്. ഞങ്ങൾക്കെതിരെ ഞങ്ങളെ മോശമായിട്ട് പറയാനും ഞങ്ങളുടെ ഫാമിലിയെ പറയാനും ഞങ്ങളുടെ കുട്ടികളെ പറയാനും ഒക്കെ മോശമായിട്ട് തെറി വിളിച്ചിട്ടും പ്രാകാനും ഒക്കെ ആയിട്ട് ആൾക്കാരെ കൂട്ടം കൂടി ഇങ്ങോട്ട് അയക്കുകയാണ്. സജീന പറയുന്നുണ്ടല്ലോ, എനിക്ക് നല്ല രീതിയിൽ സജീന എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നെന്ന്. എന്താണ് റിയാക്ഷൻ വീഡിയോ? ഒരു ഫോൺ ഓണാക്കി വെച്ച് മറ്റുള്ളവരെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നതും തന്തയ്ക്ക് പിറക്കാത്തവളെന്ന് പറയുന്നതും പച്ചത്തെറി വിളിക്കുന്നതുമാണോ റിയാക്ഷൻ വീഡിയോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ല. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടാലും അതിനെതിരെ റിയാക്ഷൻ ചെയ്യാം. നല്ല അന്തസ്സായിട്ട് ആ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചും ശരിയുണ്ടെങ്കിൽ ശരി എടുത്ത് പറഞ്ഞും അതിനെ വിമർശിക്കുക. അതാണ് റിയാക്ഷൻ വീഡിയോ. അതിനെ സംസാരിക്കുക, അതിനെതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ അനുകൂലമാണെങ്കിൽ അനുകൂലിക്കുക. അതാണ് റിയാക്ഷൻ വീഡിയോ. അല്ലാതെ കുറച്ച് ചാവാലി പട്ടികൾ മാറിയിരുന്ന് അവിടെ ഇവിടെ മാറിയിരുന്ന് പച്ചത്തെറി കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പച്ചത്തെറികൾ പറഞ്ഞാൽ അതിനെ ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. പിന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഒക്കെ എനിക്കെതിരെ ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാഞ്ഞത് പേടിച്ചിട്ടല്ല, അതിന് വാല്യൂ ഇല്ല. കാരണം നിനക്ക് ഞാൻ മറുപടി തരാനുള്ള വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് റിപ്ലൈ തരാഞ്ഞത്. ഒരു റിയാക്ഷൻ വ്ളോഗറായിട്ട് കണ്ടിട്ടില്ല. അപ്പം റിപ്ലൈ കൊടുക്കണ്ട എന്ന് വിചാരിച്ചാലും പക്ഷേ ഈ കള്ളങ്ങൾ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പിന്നെ ഈ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോസ് ഇറക്കിയായിരുന്നല്ലോ. ആ വീഡിയോയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ 2 തന്തയ്ക്ക് പറഞ്ഞവളായിപ്പോൾ. ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സജീനയുടെ വിഷയം രേണുസുധിയുടെ വിഷയം എടുക്കരുതെന്ന്. എടുക്കാൻ ഒട്ടും ആഗ്രഹമില്ല. പക്ഷെ ഒരു പച്ചക്കള്ളം മാറിയിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.